എല്ലാവർക്കും നമസ്കാരം. 5th സ്റ്റാൻഡേർഡിലെ 6th യൂണിറ്റായ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിരിക്കുന്നു. അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ ഡെവലപ്മെൻറ്റ്, സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി പാർലമെൻറ്റ് പ്രൊവൈഡ്സ് എ നോവൽ എക്സ്പീരിയൻസ്. മഞ്ചാടിമല. The student parliament consisting of selected children of the Panchayat as members attracted people's attention. Many demands like the construction of footpaths, slabs covered to drains, controlling stray dogs menace, installing street lights, devising garbage disposal schemes and making parks were raised in the parliament. The Panchayat president inaugurated the meeting. The president assured that the demands put forward by the student-friendly parliament would be discussed in the next governing body meeting. ഇതിൻ്റെ മലയാളം എന്ന് പറയുന്നത്, മഞ്ചാടിമല പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ അംഗങ്ങളാക്കി അവിടെ ഒരു വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് നടത്തുകയുണ്ടായി. പാർലമെന്റിൽ നടന്ന ചർച്ചകൾ എന്ന് പറയുന്നത്, നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക എന്നിവയാണ്. പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അടുത്ത പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകി. ഇവിടെ എന്താണ് നടന്നത്? ഒരു സ്റ്റുഡൻറ് പാർലമെന്റ് ആണ് നടന്നത്. സാധാരണ പഞ്ചായത്തുകളിലൊക്കെ നടക്കാറുള്ളത് പോലെയുള്ള ഒരു ചർച്ചകളാണ് ഇവിടെ നടന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. വാട്ട് ഡിമാൻഡ്സ് റിഗാർഡിംഗ് ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ പഞ്ചായത്ത് ഡിഡ് ദ ചിൽഡ്രൻ റൈസ് ഇൻ ദ പാർലമെന്റ്? അതായത് കുട്ടികളുടെ പാർലമെന്റിൽ നടന്ന ചർച്ചകളിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് അവരാവശ്യപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ പറഞ്ഞിരിക്കുന്ന ഭാഗത്തുനിന്ന് നമുക്ക് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഫുട്പാത്സ്, അതായത് നടപ്പാതകൾ നിർമ്മിക്കണം. അടുത്തത് സ്ലാബ്സ് കവർ ടു ദ ഡ്രെയിൻസ്, അതായത് ഈ ഓടകൾക്കൊക്കെ മൂടി നിർമ്മിക്കണം. കൺട്രോളിംഗ് സ്ട്രേ ഡോഗ് മെനസ്, അതായത് ഈ തെരുവുനായ ശല്യം ഒക്കെ നിയന്ത്രിക്കണം. ഇൻസ്റ്റാളിംഗ് സ്ട്രീറ്റ് ലൈറ്റ്സ്, അതായത് ഈ തെരുവ് വിളക്കുകൾ പോസ്റ്റിലൊക്കെ ലൈറ്റുകൾ സ്ഥാപിക്കണം. ഡെവൈസിംഗ് ഗാർബേജ് ഡിസ്പോസൽ സ്കീംസ്, അതായത് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കണം. അതേപോലെ തന്നെ മേക്കിംഗ് പാർക്സ്, അതായത് പാർക്കുകളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കുകളൊക്കെ നിർമ്മിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് കുട്ടികൾ അവിടെ മുന്നോട്ട് വെച്ചത്. അപ്പോൾ സാധാരണ പഞ്ചായത്തുകളിലും ഒക്കെ നടക്കാറുള്ള മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാർലമെന്റുകളിലും ഒക്കെ ഇതുപോലെയുള്ള ആവശ്യങ്ങൾ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ മുന്നോട്ട് വെക്കാറുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങളും അവിടെ ചർച്ച ചെയ്യുകയും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് അതിനൊരു മുൻഗണനാ ക്രമം തീരുമാനിച്ച് ആദ്യം നടപ്പാക്കേണ്ടത് ഏതാണ് എന്നുള്ള ഒരു ക്രമം തീരുമാനിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തുകളിലും മറ്റു ഭരണ സംവിധാനങ്ങളിലും ഒക്കെ നടക്കാറുള്ളത്. അവിടെ താഴെ നമുക്കൊരു ഡിസ്കഷൻ ബോക്സ് വന്നിരിക്കുന്നു. ഡിസ്കസ് ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ദാറ്റ് നീഡഡ് ടു ബി ടേക്കൺ ഇൻ യുവർ സ്കൂൾ, അതായത് നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ചർച്ച ചെയ്യുക. വോണ്ട് യു ബ്രിങ് യുവർ ഡിമാൻഡ്സ് ടു ദ അറ്റൻഷൻ ഓഫ് ദ ടീച്ചേഴ്സ് ആൻഡ് ട്രൈ ടു ഇംപ്ലിമെന്റ് ദം, അതായത് ഈ ആവശ്യങ്ങളൊക്കെ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപ്പിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ബോക്സ് നമുക്ക് തന്നിരിക്കുന്നു. അടുത്ത പേജിലായിട്ട് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നു. എ ലോട്ട് ഓഫ് ഡെവലപ്മെന്റ് വർക്ക്സ് മസ്റ്റ് ബി ഗോയിങ് ഓൺ ഇൻ യുവർ ഏരിയ ടു. ഇഫ് സോ, who are the authorities that discuss and decide on such developmental activities? അതായത് നമ്മുടെ പ്രദേശത്തും ധാരാളം വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള ഇത്തരം വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും ആരാണ്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. നമ്മുടെ നാടുകളിലെ ഒരുപാട് റോഡുകളും മറ്റ് കലങ്കുകളും പോസ്റ്റുകളിലെ ലൈറ്റുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ആരാണ് നടപ്പാക്കുന്നത്? അതിനെപ്പറ്റി നിങ്ങൾക്കറിയാമോ? അപ്പോൾ താഴെ നമുക്കൊരു 2-3 ന്യൂസ് പേപ്പർ കട്ടിങ് തന്നിരിക്കുന്നു. അത് വായിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ആൻസർ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ന്യൂസ് പേപ്പർ കട്ടിങ്സ് നോക്കാം. ദ പഞ്ചായത്ത് ഇന്റർവെന്റഡ് സൊല്യൂഷൻ ടു ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അതായത് പഞ്ചായത്ത് ഇടപെട്ട് നമ്മുടെ ഈ കുടിവെള്ളത്തിന്റെ ക്ഷാമം പരിഹരിച്ചു. അടുത്തതായിട്ട് സർവീസ് ഓഫ് ഡോക്ടേഴ്സ് വിൽ ബി എൻഷുർഡ് എവറി ഡേ അറ്റ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് നമ്മുടെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടല്ലോ, ഈ ആരോഗ്യ കേന്ദ്രം എന്ന് പറയും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയും, അവിടെ എല്ലാ ദിവസവും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കും എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് The councillor assured that the
proposals raised in the ward assembly would be considered on priority basis. അതായത് വാർഡ് സഭകളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാ ക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പ് നൽകി. അടുത്തതായിട്ട് കംപ്ലീറ്റ് ഇലക്ട്രിഫിക്കേഷൻ അനൗൺസ്മെന്റ് സൂൺ, അതായത് സമ്പൂർണ്ണ വൈദ്യുതീവൽക്കരണം, എല്ലാ വീടുകളിലും വൈദ്യുതി നൽകുക എന്നുള്ളതിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. അടുത്തായിട്ട് the problem of garbage on the roadside, people demand immediate installation of CCTV cameras. അതായത് റോഡ് അരികിൽ ഈ മാലിന്യങ്ങളൊക്കെ തള്ളുന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആളുകൾ ആവശ്യപ്പെട്ടു എന്ത് ചെയ്യണം, CCTV ക്യാമറാസ് സ്ഥാപിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് ആരാണ്? ഒന്നുകിൽ നമ്മുടെ പഞ്ചായത്തായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ ആയിരിക്കും. പഞ്ചായത്ത് എന്ന് പറയുന്നത് ഗ്രാമപ്രദേശത്താണ് സാധാരണയുള്ളത്. മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും നഗരങ്ങളിലാണ്, പട്ടണങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും താഴെ തട്ടിൽ നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമുക്ക് ചോദ്യം ഒന്നുകൂടെ നോക്കാം. എ ലോട്ട് ഓഫ് ഡെവലപ്മെന്റ് വർക്ക്സ് മസ്റ്റ് ബി ഗോയിങ് ഓൺ ഇൻ യുവർ ഏരിയ ടു. ഇഫ് സോ, who are the authorities that discuss and decide on such developmental activities? അതായത് ധാരാളം വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക, ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക, CCTV ക്യാമറകൾ സ്ഥാപിക്കുക, എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ആരാണ് ഇതിന്റെ ഡിസ്കഷൻ നടത്തുന്നതും അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഒക്കെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ആൻസർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നുള്ളത് എക്സ്റ്റൻഡർ റീഡിംഗ് ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്സ് ദ 3-tier പാർലമെന്റ് സിസ്റ്റം സച്ച് ആസ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് ഓൾസോ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻസ് ഇൻ അർബൻ ഏരിയാസ്. അതായത് നമുക്ക് 3-tier സിസ്റ്റമാണ് ഉള്ളത് എന്ന് വെച്ചാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് 3 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 3 തരത്തിലുള്ള പഞ്ചായത്തുകളാണ് സാധാരണഗതിയിലുള്ളത്. അത് ഗ്രാമപഞ്ചായത്തുണ്ട്, അത് നമ്മുടെ ഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടും. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ചേരുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നതും. അങ്ങനെ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം കൂടെ ചേർന്ന് ജില്ലയ്ക്ക് മൊത്തത്തിലായിട്ട് ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്തും ഉണ്ട്. ഇത് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3-tier സിസ്റ്റമാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ അർബൻ ഏരിയകളിലേക്ക് വരുമ്പോൾ, അതായത് സിറ്റികളിലേക്കൊക്കെ വരുമ്പോൾ ഈ പഞ്ചായത്തുകൾക്ക് പകരം അവിടെ മുനിസിപ്പാലിറ്റികളും, അതിനേക്കാൾ വലിയ സിറ്റികളിലേക്ക് വരുമ്പോൾ അത് കോർപ്പറേഷനുകളായിട്ട് മാറും. അടുത്തതായിട്ട് നമുക്ക് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എന്താണെന്ന് നോക്കാം. അത് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതാണ്, എങ്കിലും ഒന്നും കൂടെ പറയാം. അതായത് നമ്മുടെ ഗ്രാമസഭ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാർഡിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് എന്ന് വെച്ചാൽ വാർഡിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാർഡിലെ ആവശ്യങ്ങൾ, അവിടുത്തെ ആളുകൾക്ക് വേണ്ടുന്ന പ്രശ്നങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു വേദി എന്നാണ് ഈ ഗ്രാമസഭ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാർഡ് സഭ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമപഞ്ചായത്തുകൾക്ക് പകരം മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അവരുടെ വാർഡുകളിൽ നടക്കുന്ന സഭകളെയാണ് വാർഡ് സഭ എന്ന് പറയുന്നത്. പേര് രണ്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ, സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് എന്താണ് നമ്മൾ മുൻ പഠിച്ചതാണ്. അപ്പോൾ ഗ്രാമസഭ എന്ന് പറയുന്നത് നമുക്കൊരു ഡിസ്കഷനിൽ പങ്കെടുക്കാം, അതായത് നമ്മുടെ നാട്ടിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ എല്ലാ ആളുകൾക്കും അവസരം കിട്ടുന്നു. അതാണ് നമ്മൾ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഈ പഞ്ചായത്തുകള്, മുനിസിപ്പാലിറ്റികള്, കോർപ്പറേഷനുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ പ്രവർത്തനങ്ങളിൽ, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ നമുക്ക് നേരിട്ട് ഇടപെടാം. അതിനുള്ള ഒരു മാർഗമാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഗ്രാമസഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അഡ്മിനിസ്ട്രേഷനിൽ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. പീപ്പിൾ ഗെറ്റ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ത്രൂ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടി ആളുകൾക്ക് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനിൽ, അവിടുത്തെ ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാം. അതിനുള്ള ഒരു മാർഗമാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എന്നുള്ളത്.
അപ്പോൾ നമുക്ക് നേരിട്ടോ അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളോ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ മലയാളം ജനാധിപത്യം എന്നാണ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുക, അതായത് നമുക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുക. ഗ്രാമസഭകളിലാണെങ്കിൽ നമ്മൾ നേരിട്ട് ഇടപെടും. അപ്പം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെല്ലാം നമ്മൾ നേരിട്ട് നമ്മുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടും. കുറച്ചുകൂടി മുകളിലേക്ക് വരും. ഇപ്പം കേരളത്തിന്റെ പോലെയുള്ള ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളിൽ നമുക്ക് നേരിട്ട് ഇടപെടാൻ കഴിയില്ല. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ വെക്കാം, നമ്മുടെ പ്രതിനിധികൾ. നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് ഇലക്ഷൻ വഴി തെരഞ്ഞെടുത്ത് നമ്മുടെ ഒരു പ്രതിനിധിയെ വിടും. അങ്ങനെ വിടുന്ന പ്രതിനിധികൾക്ക് ആ കാര്യങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്ററിൽ അവിടുത്തെ ഭരണ സംവിധാനങ്ങളിൽ നേരിട്ട് ഇടപെടാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെമോക്രസി എന്താണെന്ന് നോക്കാം. The system in which the people themselves or their elected representatives make decisions on administrative matters is called democracy. അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് the system in which people themselves or their elected representatives, അതായത് ആളുകൾ നേരിട്ട് അല്ലെങ്കിൽ their elected representatives, അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന അവരുടെ പ്രതിനിധികൾ make decision on administrative matters, അതായത് ഭരണകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ ഒന്നും കൂടെ പറയാം. The system in which the people themselves or their elected representatives make decisions on administrative matters is called democracy. അപ്പോൾ ഗ്രാമസഭ എന്താണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഡെമോക്രസി എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 3 ടയർ സിസ്റ്റം ആണ് എന്ന് ഞാൻ പറഞ്ഞു. 3 തരത്തിലുള്ള സിസ്റ്റമാണ് നമുക്കുള്ളത്. അത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നിങ്ങനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. പ്രിപ്പയർ ആൻ ID card with the names of different local self government institutions to which you belong. അതായത് നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ഒരു ID കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ബ്രാക്കറ്റ് തന്നിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ID കാർഡ് നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ID കാർഡ് ഞാൻ നിർമ്മിച്ചത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് ID കാർഡ്. നെയിം അഭിലാഷ് എസ്, ഗ്രാമപഞ്ചായത്ത് പാലമേൽ, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണിക്കാവ്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആലപ്പുഴ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പേരെഴുതുക. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഏതാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് നിങ്ങളത് ഫില്ല് ചെയ്യുക. അതേപോലെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു ID കാർഡ് കാണിക്കാം. നെയിം അഭിലാഷ് എസ്, മുനിസിപ്പാലിറ്റി കായംകുളം. ഇതേപോലെ നിങ്ങൾ മുനിസിപ്പൽ ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ ഇതേപോലെയുള്ള ID കാർഡ് നിർമ്മിക്കുക. അതല്ല കോർപ്പറേഷനിലാണെങ്കിലും ഇതേപോലെ തന്നെ നെയിം എഴുതുക, കോർപ്പറേഷൻ എഴുതുക, ഏതാണ് എന്ന് എഴുതുക. അപ്പോൾ ഇങ്ങനെ ഒരു ID കാർഡ് നിങ്ങൾ നിർമ്മിക്കുക. അടുത്ത ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് വന്നിരിക്കുന്നു. 2 പ്രമുഖ വ്യക്തികളുടെ കോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. അത് ഒന്നാമത്തേത് എബ്രഹാം ലിങ്കൺ ആണ്. അത് വായിക്കാം. ഡെമോക്രസി ഈസ് ദ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇത് പറഞ്ഞിരിക്കുന്നത് എബ്രഹാം ലിങ്കൺ ആണ്. അടുത്തതായിട്ട് മഹാത്മാഗാന്ധിയുടെ വായിക്കാം. My nation of democracy is that under it the weakest should have the same opportunity as the strongest. അതായത് ജനാധിപത്യത്തെക്കുറിച്ച് എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് അതിൻ്റെ കീഴിലുള്ള ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. അപ്പോൾ ഇതാണ് ഗാന്ധിജി അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി ഇൻ സെർച്ച് ഓഫ് റൂട്ട്സ് ഓഫ് ഡെമോക്രസി, അതായത് ജനാധിപത്യത്തിൻ്റെ റൂട്ട്, വേര് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. അതായത് നമ്മൾ ജനാധിപത്യം എങ്ങനെയാണ് ആരംഭിച്ചത് എന്നുള്ളതിനെ പറ്റി ഒരു ഡിസ്കഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്കൊരു മാപ്പ് തന്നിരിക്കുന്നു. അതിനകത്ത് 2 ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു, AB. അവിടെ ചോദ്യം, ഹാവ് യു നോട്ടീസ് ദ മാപ്പ് ഓഫ് യൂറോപ്പ് ഗിവൺ എബോവ്, റൈറ്റ് ഡൗൺ ദ 2 countries which are marked as A and B in the outline map. അതായത് യൂറോപ്പിന്റെ ഒരു മാപ്പ് തന്നിരിക്കുന്നു. അതിൽ എയും ബിയും അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കളർ നോക്കി നമുക്ക് മനസ്സിലാക്കാം. എ എന്ന് പറയുന്നത് ഗ്രീസ് ആണ്, ബി യുണൈറ്റഡ് കിങ്ഡം ആണ്. യൂറോപ്പിലെ 2 രാജ്യങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിലെ എ എന്ന് പറയുന്നത് ഗ്രീസും ബി എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡവുമാണ്. നമ്മുടെ ഡെമോക്രസിക്ക് ഈ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അതേപറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെ നമുക്കൊരു ബോക്സ് തന്നിരിക്കുന്നു, അത് നോക്കാം.
The earlier form of democracy emerged at Athens in Greece. അതായത് ഗ്രീസിലെ ഏഥൻസിലാണ് ഡെമോക്രസിയുടെ ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉണ്ടായത്. അപ്പോൾ ഡെമോക്രസി ആദ്യമായിട്ടുണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗ്രീസിലെ ഏഥൻസ് ആണ്. അപ്പോൾ ഗ്രീസിന്റെ പ്രത്യേകത അതാണ്. Although all classes of the population were not included in the decision-making process of public affairs, Athens played a crucial role in the shaping of the concept of democracy. അതായത് ഇങ്ങനെ ഡെമോക്രസിയുടെ ആദ്യ രൂപം ഉണ്ടായത് ഏഥൻസിലാണെങ്കിലും ജനാധിപത്യത്തിന്റെ എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കുന്ന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഡെമോക്രസി എന്ന് പറയുന്ന ആശയം, അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യം എന്നുള്ളതാണ്, ആ ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ ആശയം ആദ്യമായി സംഭാവന ചെയ്യുന്നത് ഏഥൻസ് ആണ്. അപ്പോൾ ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം ഗ്രീസിന് അല്ലെങ്കിൽ ഏഥൻസിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അടുത്ത നോക്കാം. Today's concept of democracy started in England, which is part of the United Kingdom. അതായത് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ജനാധിപത്യ രീതി അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്നത് ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അത് യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. അതായത് UK എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് കിങ്ഡത്തിലെ ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഡെമോക്രസി ആരംഭിച്ചത്. The system of election, representative government and parliament were all formed in England. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള ഇലക്ഷന്, റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് അതായത് ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ രീതികളൊക്കെ രൂപം കൊണ്ടത്, ഉദയം ചെയ്തത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞത്, ഗ്രീസ്, യുണൈറ്റഡ് കിങ്ഡം. അതായത് ഒന്നാമത്തെ ഗ്രീസ് എന്ന് പറയുന്നത് അവിടെയാണ് ആദ്യമായിട്ടൊരു ഡെമോക്രസി ഉണ്ടായത്. അത് ഗ്രീസിലെ ഏഥൻസിലാണ്. അവിടെ എല്ലാ ആളുകൾക്കും അതിലെ ഡെമോക്രസിയിൽ ഒരു പങ്കാളിത്തം ഒന്നും ഇല്ലായിരുന്നു. എങ്കിൽ പോലും ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഗ്രീസ് ആണ് അല്ലെങ്കിൽ ഏഥൻസ് ആണ്. രണ്ടാമത് ഇംഗ്ലണ്ടിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള പുതിയ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ജനാധിപത്യത്തിന്റെ തുടക്കം കുറിച്ചത് എവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡത്തിലെ ഇംഗ്ലണ്ടിലാണ്. അവിടെയാണ് ഇലക്ഷനും റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റും പാർലമെന്റ് സിസ്റ്റവും ഒക്കെ രൂപം കൊണ്ടത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളാണ് ഡെമോക്രസിയുടെ രൂപീകരണത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യം ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ. അടുത്തതായി ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആണ്. ദ ടേം ഡെമോക്രസി വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ദ ഏൻഷ്യന്റ് ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ഹെറോഡോട്ടസ്. അതായത് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ദ വേർഡ് ഡെമോക്രസി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്സ് ഡെമോസ് ആൻഡ് ദ ക്രാറ്റോസ്, വിച്ച് മീൻസ് പവർ ഓഫ് പീപ്പിൾ ഓർ റൂൾ ഓഫ് പീപ്പിൾ. അതായത് രണ്ട് വാക്കിൽ നിന്നാണ് ഡെമോക്രസി ഉണ്ടായിരിക്കുന്നത്. അത് ഡെമോസും ക്രാറ്റോസും ആണ്. ഡെമോസ് എന്ന് പറയുന്നത് ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്ന് പറയുന്നത് അധികാരം എന്നുമാണ്. അപ്പോൾ ജനങ്ങൾക്ക് അധികാരം എന്നുള്ള ഡെമോക്രസി ഉണ്ടായിരിക്കുന്നത് ഈ വാക്കിൽ നിന്നാണ്. അടുത്തതായി ടു ടൈപ്സ് ഓഫ് ഡെമോക്രസി, രണ്ട് തരത്തിലുള്ള ഡെമോക്രസി ആണുള്ളത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു. ഹാവ് യു സീൻ ഗ്രാമസഭ ഓർ വാർഡ് സഭ മീറ്റിംഗ്? അതായത് ഗ്രാമസഭയുടെയും വാർഡ് സഭയുടെയും ഒക്കെ മീറ്റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാട്ട് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡിസ്കസ്ഡ് ദയർ? അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്? ഹു ആർ ദ പാർട്ടിസിപ്പൻസ് ഇൻ ഗ്രാമസഭ? ആരൊക്കെയാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത്? അപ്പോൾ നമുക്ക് ഗ്രാമസഭയെ പറ്റി ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് തന്നിരിക്കുന്നു. വാട്ട് ആർ ഗ്രാമസഭാസ്? അതായത് ഗ്രാമസഭകൾ എന്താണ് എന്ന് നോക്കാം. ഗ്രാമസഭ ആർ പ്ലാറ്റ്ഫോംസ് വെയർ ഓൾ ദ പീപ്പിൾ ഗെറ്റ് എ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ടേക്ക് ഡിസിഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് ഓഫ് ദ ലൊക്കാലിറ്റി. അതായത് നമ്മുടെ ലൊക്കാലിറ്റിയിലെ, നമ്മുടെ പ്രദേശത്തിലെ ഭരണകാര്യങ്ങളിലും വികസന കാര്യങ്ങളിലും ആളുകൾക്ക് നേരിട്ട് പങ്കെടുത്ത് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഇനി എല്ലാ ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. All the people whose names are included in the electoral roll of each ward of a ഗ്രാമ പഞ്ചായത്ത് are its members. അതായത് എല്ലാ ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അതിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ എന്ന് പറയുന്നത് ഇലക്ട്രൽ റോളിൽ പേരുള്ള ആളുകൾ, എന്ന് വെച്ചാൽ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ പേരുള്ള ആളുകൾക്ക് പങ്കെടുക്കാം. വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ട്, വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് പങ്കെടുക്കാൻ സാധിക്കത്തില്ല എന്ന് അർത്ഥമില്ല.
വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആളുകൾക്കെല്ലാം, അതായത് സാധാരണഗതിയിൽ 18 വയസ്സ് കഴിഞ്ഞ ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാറുണ്ട്. അങ്ങനെ ഇലക്ടറൽ റോളിൽ പേരുള്ള ആളുകൾക്കെല്ലാം അവരവരുടെ വാർഡിലെ ഗ്രാമസഭകളിൽ പങ്കെടുക്കാം. സാധാരണ കുട്ടികളും രക്ഷകർത്താക്കളുടെ കൂടെ പോകാറുണ്ട്, എങ്കിൽ പോലും കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഓൾ ദ പീപ്പിൾ ഹൂസ് നെയിംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇലക്ടറൽ റോൾ ഓഫ് ഈച്ച് വാർഡ് ഓഫ് എ ഗ്രാമപഞ്ചായത്ത് ആർ ഇറ്റ്സ് മെമ്പേഴ്സ്. അതാണ് നമുക്ക് മുമ്പേ ഒരു ചോദ്യം തന്നിരിക്കുന്നു. ഹു ആർ ദ പാർട്ടിസിപ്പൻസ് ഇൻ എ ഗ്രാമസഭ, അതായത് ഗ്രാമസഭയുടെ പാർട്ടിസിപ്പൻസ് ആരാണ്? അപ്പോൾ ആൻസർ ഓൾ ദ പീപ്പിൾ ഹൂസ് നെയിംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇലക്ടറൽ റോൾ ഓഫ് ഈച്ച് വാർഡ് ഓഫ് ഗ്രാമപഞ്ചായത്ത് ആർ ഇറ്റ്സ് മെമ്പേഴ്സ്. In urban areas, these are known as ward സഭാസ്. അതായത് അർബൻ ഏരിയകളിൽ, നഗരപ്രദേശങ്ങളിൽ, മുനിസിപ്പാലിറ്റികളിൽ ഇതിന്റെ പേര് വാർഡ് സഭ എന്നാണ്. അപ്പോൾ ഗ്രാമസഭ എന്താണെന്ന് ഈ എക്സ്റ്റൻഡഡ് റീഡിങ്ങിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായിട്ട് അവിടെ ഒരു ഗ്രാമസഭ കൂടുന്നതിന്റെ പിക്ചർ തന്നിരിക്കുന്നു. അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അത് നോക്കാം. ട്രാഫിക് ലൈറ്റ്സ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻ അവർ ജംഗ്ഷൻ. നമ്മുടെ ജംഗ്ഷനിലും എന്ത് സ്ഥാപിക്കണം? ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിക്കണം. അടുത്തത് സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഷുഡ് ബി ഇഷ്യൂഡ് ഫോർ വെജിറ്റബിൾ കൾട്ടിവേഷൻ. അതായത് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വേണ്ടി വിത്തുകളും വളങ്ങളും ഒക്കെ സപ്ലൈ ചെയ്യണം. അടുത്തായിട്ട് ഡ്രിങ്കിങ് വാട്ടർ ഇഷ്യൂ ഷുഡ് ബി സോൾവ്ഡ്. അതായത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ഗ്രാമസഭകളിൽ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും. അപ്പോൾ ഗ്രാമസഭ എന്താണ് എന്നൊരു നോട്ട് നോക്കാം. In the Gram Sabha, people get chance to express their opinion directly on administrative matters and participates in decision making process. അതായത് ഗ്രാമസഭകളിൽ ആളുകൾക്ക് അവരുടെ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായങ്ങൾ ഡയറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ആളുകൾക്ക് അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നേരിട്ട് പങ്കെടുക്കാം. അപ്പോൾ ഇങ്ങനെ നേരിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന, ചർച്ച ചെയ്യാൻ പറ്റുന്ന ഡെമോക്രസിയെ, ജനാധിപത്യത്തിനെ നമ്മൾ പറയുന്നത് ഡയറക്റ്റ് ഡെമോക്രസി എന്നാണ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയാം. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി ഓർ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ഡെമോക്രസി ഓർ participatory democracy is a form of government in which the people participate directly in the administrative affairs. It is usually possible in areas which a relatively less population and limited land areas. അതായത് ഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുന്നത് is a form of government in which the people participate directly in the administrative affairs. അതായത് ആളുകൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സിൽ, അതായത് ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നു. നമ്മൾ ഗ്രാമസഭയിൽ പറഞ്ഞതുപോലെ അങ്ങനെ ആളുകൾ അവിടുത്തെ ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതിനെയാണ് ഡയറക്റ്റ് ഡെമോക്രസി ഓർ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി പോസിബിൾ ഇൻ ഏരിയാസ് വിത്ത് റിലേറ്റീവ്ലി ലെസ് പോപ്പുലേഷൻ ആൻഡ് ലിമിറ്റഡ് ലാൻഡ് ഏരിയ. ഇത് സാധ്യമാകുന്നത് ഇപ്പം വലിയ ഒരു രാജ്യത്ത്, ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്ത് ഇങ്ങനെ ഡയറക്റ്റ് ഡെമോക്രസി, ഓരോ കാര്യങ്ങളും ആളുകൾ തീരുമാനിക്കുന്ന രീതിയിലുള്ള ഡയറക്റ്റ് ഡെമോക്രസി ഒന്നും സാധ്യമല്ല. ഇവിടെ നമുക്കൊരു പഞ്ചായത്തിലെ വാർഡ് മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പോപ്പുലേഷൻ ഉള്ള, ചെറിയ ജനസംഖ്യയുള്ള ഭാഗത്ത് നടത്തുന്ന സാധ്യമാകുന്ന കാര്യമാണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അതായത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ലിമിറ്റഡ് ഏരിയയിൽ, ഒരു ചെറിയ ഏരിയയിൽ കുറച്ച് ആളുകൾ താമസിക്കുന്ന ഭാഗത്ത് മാത്രം സാധിക്കുന്നതാണ് എന്ത്? ഡയറക്റ്റ് ഡെമോക്രസി. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി പോസിബിൾ ഇൻ ഏരിയാസ് വിച്ച് റിലേറ്റീവ്ലി ലെസ് പോപ്പുലേഷൻ ആൻഡ് ലിമിറ്റഡ് ലാൻഡ് ഏരിയാസ്. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി ഓർ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്താണ് എന്ന് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ടൊരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഗ്രാമസഭ. ഗ്രാമസഭകളെ പറ്റി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ. അപ്പോൾ ഗ്രാമസഭകളെ പറ്റിയുള്ള ഒന്നാമത്തെ വിവരം നമ്മൾ മുമ്പേ പറഞ്ഞു. എന്താണ്? പീപ്പിൾ ഗെറ്റ് ചാൻസ് ടു എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻ ഡയറക്ട്ലി ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതാണ് ഗ്രാമസഭയുടെ ഒന്നാമത്തെ പ്രത്യേകത. ആളുകൾക്ക് നേരിട്ട് ഇടപെടാനും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള അവസരം കിട്ടുന്നുണ്ട്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, all the people whose name are included in the electoral roll of each ward of a gram panchayat are its members. അതായത് ഇതിന്റെ മെമ്പേഴ്സ്, അതിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഇലക്ട്രൽ റോളിൽ പേരുള്ള മുഴുവൻ ആളുകൾക്കും അതിൽ പങ്കെടുക്കാം. അവരവരുടെ വാർഡിലെ ഇലക്ട്രൽ റോളിൽ പേരുള്ള മുഴുവൻ ആളുകൾക്കും അതിൽ പങ്കെടുക്കാം. അതാണ് അതിന്റെ രണ്ടാമത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
ഗ്രാമസഭാസ് ആർ കണ്ടക്റ്റഡ് ബൈ വാർഡ് മെമ്പർ. അതായത് ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? വാർഡ് മെമ്പർ ആണ്. അടുത്ത പോയിന്റ്, ഗ്രാമസഭാസ് ആർ ടിപ്പിക്കലി കണ്ടക്റ്റഡ് മിനിമം 4 times a year. അതായത് ഗ്രാമസഭകൾ വർഷത്തിൽ 4 തവണയെങ്കിലും കൂടിയിരിക്കണം. ഒരു വർഷം 4 വട്ടമെങ്കിലും നമ്മുടെ വാർഡിലെ ഗ്രാമസഭ കൂടിയിരിക്കണം. അപ്പോൾ 4 പോയിന്റുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അടുത്ത പേജ്, ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഒരു പിക്ചർ അവിടെ തന്നിരിക്കുന്നു. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമസഭ എന്നാണ് ഇതിൻ്റെ മലയാളം. ഇത് നമ്മുടെ തിരുവനന്തപുരത്താണ് നമ്മുടെ കേരളത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളത്. അവിടത്തെ ഒരു ഡിസ്കഷൻ നമുക്ക് വായിക്കാം. വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ് ഇൻ എവരി പഞ്ചായത്ത് ഓഫ് മൈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം സ്ഥാപിക്കണം എന്ന് അവിടെ ഒരാൾ പറയുന്നു. അവിടെ ഒരു ചോദ്യം നമുക്ക് തന്നിരിക്കുന്നു. ക്യാൻ യു ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പ്രൊസീഡിങ്സിൽ, കാര്യങ്ങളിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമോ? നമുക്ക് മുമ്പേ പറഞ്ഞതിലൂടെ ഗ്രാമസഭകളിൽ പോയി നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ കൂട്ട് എല്ലാവർക്കും അവിടെ പോയിരുന്ന് ചർച്ച ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, നോ എന്നാണ് അതിന്റെ ആൻസർ. നമുക്ക് അവിടെ പോയി ഇന്ന് ചർച്ച ചെയ്യാൻ സാധിക്കത്തില്ല. ഹൂ സ്പീക്സ് ഫോർ അസ് ദർ. അതായത് നമുക്ക് വേണ്ടിയിട്ട് അവിടെ ആരാണ് അപ്പോൾ സംസാരിക്കുന്നത്? അപ്പോൾ നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, നമ്മുടെ പ്രതിനിധികളാണ്. അപ്പോൾ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ, അതായത് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സംസാരിക്കാൻ വേണ്ടി നമ്മൾ വിടുന്ന നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മൾ പറയുന്ന പേരാണ് MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അവർ റെപ്രസെൻറ്റേറ്റീവ് MLA. അപ്പോൾ നമ്മുടെ MLA നമ്മൾ ഇലക്ഷനിൽ കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പിൽ കൂടി നമ്മൾക്ക് സ്വീകാര്യനായ ഒരാളെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വിടുന്നു. അവിടെ ചെന്ന് നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ, അതായത് നമ്മുടെ വാർഡിലെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആവശ്യങ്ങൾ അവിടെ ആ MLA അറിയിക്കും. അപ്പോൾ ഇങ്ങനെ നടക്കുന്നതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. അടുത്തായി ഒരു ചോദ്യം കൂടെ തന്നിരിക്കുന്നു. വിച്ച് ഈസ് യുവർ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് നിങ്ങളുടെ ഒരു നിയോജക മണ്ഡലം ഏതാണ്, നിയമസഭാ നിയോജക മണ്ഡലം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റേത് പറയാം, അത് മാവേലിക്കരയാണ്. അടുത്തതായിട്ട്, ഹു ഈസ് ദ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി MLA ഓഫ് യുവർ കോൺസ്റ്റിറ്റ്യുവൻസി. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആരാണ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആരാണ്? ഇവിടെ MS അരുൺകുമാർ ആണ്. അടുത്തതായി ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് നോക്കാം. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് കേരള നിയമസഭയെ പറ്റിയിട്ടാണ്. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ദ ലെജിസ്ലേറ്റീവ് ഓർ ലോ മേക്കിംഗ് ബോഡി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നതാണ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ തിരുവനന്തപുരം. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1888. അതായത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് 1888 ശ്രീമൂലം പ്രജാസഭ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1904. അതായത് ശ്രീമൂലം പ്രജാസഭ തുടങ്ങിയത് 1904 ആൻഡ് തിരുക്കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് 1949. അതായത് തിരുക്കൊച്ചി അസംബ്ലി എന്ന് പറയുന്നത് ആരംഭിച്ചത് 1949 വേർ ദ പൈനിയേഴ്സ് ഓഫ് ദ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ഈ പറഞ്ഞ ശ്രീമൂലം പ്രജാസഭയും തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭയും അതേപോലെ തന്നെ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഒക്കെയാണ് ഈ നമ്മുടെ കേരള നിയമസഭയുടെ വഴികാട്ടിയായിട്ട് മാറിയിട്ടുള്ളത്. The first session of the Kerala Legislative Assembly was held on 27th April 1957. അതായത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആദ്യത്തെ സെക്ഷൻ ആരംഭിച്ചത് 1957 ഏപ്രിൽ 27 27th April of every year is observed as Legislative Assembly Day. നമ്മുടെ നിയമസഭാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് 27th April എല്ലാ വർഷവും. അപ്പോൾ ഇതാണ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രാമസഭകളിൽ ചർച്ചകളിലൊക്കെ നമുക്ക് നേരിട്ട് പങ്കെടുക്കാം. പക്ഷെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് നമ്മൾ നേരിട്ടാണോ? നമ്മൾ നേരിട്ടല്ല അതിൽ പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുക്കുന്നത് നമുക്ക് വേണ്ടി പങ്കെടുക്കുന്നത് ആരാണ്? അവർ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, നമ്മുടെ പ്രതിനിധികളാണ് അവിടെ നമുക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കുന്നത്. അങ്ങനെ പങ്കെടുത്ത് ചർച്ചകളിൽ പങ്കെടുത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെയും അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ ഇടപെടുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ ഡയറക്റ്റ് ഡെമോക്രസി പറഞ്ഞിരുന്നു. അത് നമ്മുടെ ഗ്രാമസഭ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ
വാർഡിൽ നടക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ നേരിട്ട് പങ്കെടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തപ്പോൾ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ വിട്ട് നമ്മൾ അങ്ങനെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കും. അതിനെയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി ഓർ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസി ഓർ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്താണെന്ന് നോക്കാം. ഇൻഡയറക്റ്റ് ഡെമോക്രസി ഓർ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി is a form of democracy in which representatives who are elected by the people rules on behalf of the people. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ആളുകൾ ആ ഭരണകാര്യങ്ങൾ ഇടപെടുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി ഓർ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഡെമോക്രസി. അത് ഒരു തരത്തിലുള്ള ഡെമോക്രസിയാണ്. ഇൻ വിച്ച് റെപ്രസെന്റേറ്റീവ്സ് ഹു ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ, അതായത് നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ഹു ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ, ആളുകൾ ഇലക്ട് ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെന്റേറ്റീവ്സ് റൂൾ ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ, അതായത് അവർ ഭരിക്കും, അവർ റൂൾ ചെയ്യും ഓൺ ബിഹാഫ് ഓഫ് പീപ്പിൾ, ആളുകൾക്ക് വേണ്ടി അവർ ഭരിക്കും. ഇൻ കൺട്രീസ് വിച്ച് എ ലാർജ് പോപ്പുലേഷൻ ആൻഡ് ജിയോഗ്രാഫിക്കൽ ഏരിയാസ് ലൈക്ക് ഇന്ത്യ ദ പ്രാക്ടിക്കൽ വേ ഓഫ് ഗവർണൻസ് ഈസ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. അതായത് ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുത്ത് ഭരണം നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അങ്ങനെയുള്ളിടത്ത് പ്രായോഗികമായി നടക്കുന്നത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്. അപ്പോൾ നമുക്കൊരു ടേബിൾ വന്നിരിക്കുന്നു. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കമ്പയറിംഗ് ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. അതായത് ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും കമ്പയർ ചെയ്ത് ഒരു ടേബിൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഡയറക്റ്റ് ഡെമോക്രസിക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസിക്കും ഓരോ പോയിന്റുകൾ വീതം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഡയറക്റ്റ് ഡെമോക്രസി പോസിബിൾ ഇൻ ലെസ് പോപ്പുലേറ്റഡ് കൺട്രീസ്, അതായത് കുറച്ച് ആളുകളുള്ള രാജ്യങ്ങളിലാണ് ഡയറക്റ്റ് ഡെമോക്രസി പ്രായോഗികമാകുന്നത്. ഇൻഡയറക്റ്റ് ഡെമോക്രസി എക്സിസ്റ്റ് ഇൻ കൺട്രീസ് വിത്ത് എ ഹ്യൂജ് പോപ്പുലേഷൻ, അതായത് ഒരുപാട് ആളുകൾ, വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലെ ഇൻഡയറക്റ്റ് ഡെമോക്രസി, അതാണ് ഇന്ത്യ പോലെയുള്ള ഒരുപാട് വലിയ രാജ്യങ്ങളിലൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസിയെ പ്രായോഗികമാകത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് ഡയറക്ട്ലി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ്, അതായത് ഡയറക്റ്റ് ഡെമോക്രസിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഗ്രാമസഭ പോലെയുള്ള ഡയറക്റ്റ് ഡെമോക്രസിയിൽ നമുക്ക് എന്താണ് നേരിട്ട് പങ്കെടുക്കാം. പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് ഡയറക്ട്ലി, ആളുകൾക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ്, ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാം. പക്ഷേ ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ റെപ്രസെന്റേറ്റീവ്സ് ഹു ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ റൂൾ ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ, അതായത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് അവിടെ പങ്കെടുത്ത് ചർച്ചകളിൽ പങ്കെടുത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അതിനെയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, പോസിബിൾ ഇൻ ലിമിറ്റഡ് ലാൻഡ് ഏരിയ കൺട്രീസ്, അതായത് ചെറിയ രാജ്യങ്ങളിൽ, അതായത് ലാൻഡ് ഏരിയ വലിപ്പം കുറഞ്ഞ രാജ്യങ്ങളിലാണ് ഇത് പോസിബിൾ ആവുന്നത്. ദ പ്രാക്ടിക്കൽ വേ ഓഫ് ഗവേണൻസ് ഇൻ ദ കൺട്രീസ് വിത്ത് ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ, അതായത് ഇൻഡയറക്റ്റ് ഡെമോക്രസി പ്രാക്ടിക്കബിൾ ആവുന്നത് എവിടെയാണ്? വലിയ ലാൻഡ് ഏരിയ ഉള്ള കൺട്രികളിൽ, രാജ്യങ്ങളിലാണ് ഇത് പ്രായോഗികമാവുന്നത്. അടുത്ത പോയിന്റ്, ഡയറക്റ്റ് ഡെമോക്രസി എൻഹാൻസ്ഡ് അക്കൗണ്ടബിലിറ്റി, അതായത് അവരുടെ ഉത്തരവാദിത്തം, അതായത് ജനങ്ങളോടുള്ള അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം എൻഹാൻസ് ചെയ്യും, കൂടും. എവിടെ? ഡയറക്റ്റ് ഡെമോക്രസിയിൽ. ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ ലിമിറ്റഡ് അക്കൗണ്ടബിലിറ്റി, അതായത് അവിടെ അക്കൗണ്ടബിലിറ്റി, ജനങ്ങളോടുള്ള ആ ഒരു ഉത്തരവാദിത്വം ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ കുറച്ച് കുറയും. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസിയുടെയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു ടേബിളും കൂടെ നമുക്ക് നോക്കാം. കൺട്രീസ് വിത്ത് ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് കൺട്രീസ് വിത്ത് ഇൻഡയറക്റ്റ് ഡെമോക്രസി, അതായത് ഡയറക്റ്റ് ഡെമോക്രസി ഉള്ള രാജ്യങ്ങളും ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉള്ള രാജ്യങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ടേബിള് കൺട്രീസ് വിത്ത് ഡയറക്റ്റ് ഡെമോക്രസി നോക്കാം. സ്വിറ്റ്സർലൻഡ്, ഉറുഗ്വേ, ഐസ്ലാൻഡ്, ഇറ്റലി, ഇതൊക്കെയാണ് ഡയറക്റ്റ് ഡെമോക്രസി ഉള്ള കൺട്രീസ്. അടുത്തത് കൺട്രീസ് വിത്ത് ഇൻഡയറക്റ്റ് ഡെമോക്രസി ഏതൊക്കെയാണെന്ന് നോക്കാം. അമേരിക്ക, ജർമ്മനി, ഇന്ത്യ, യുണൈറ്റഡ് കിങ്ഡം. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. അടുത്ത ഒരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് മോർ കൺട്രീസ്, അതായത് കൂടുതൽ രാജ്യങ്ങളുടെ പേര് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കുറച്ച് രാജ്യങ്ങളുടെ പേര്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വന്നിരിക്കുന്നു. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അടുത്തായി, ഇൻ സൗദി അറേബ്യ ന്യൂ കിങ് സോൺ ഇൻ, അതായത് സൗദി അറേബ്യയിലെ പുതിയ രാജാവ് അധികാരത്തിലേറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഡെമോക്രാറ്റിക് റൂൾ കംസ് ടു ബി ആൻ എൻഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ. അതായത് അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യം അവസാനിച്ചു. അടുത്തായിട്ട് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി സ്റ്റിൽ പ്രിവീൽസ് ഇൻ സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ 4 രാജ്യങ്ങളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഡെമോക്രസി ഉള്ളത് എന്ന് നോക്കാം. അത് 1 ഇന്ത്യയാണ്, 2 സ്വിറ്റ്സർലൻഡ് ആണ്. സൗദി അറേബ്യയിലും അഫ്ഗാനിസ്ഥാനിലും എന്തില്ല? ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം ഇല്ല. മറ്റ് രാജ്യങ്ങളുടെ പേര് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, അതൊന്നും കൂടെ പറയാം. ഉറുഗ്വേ, ഐസ്ലാൻഡ്, ഇറ്റലി, അമേരിക്ക, ജർമ്മനി, ഇന്ത്യ, യുണൈറ്റഡ് കിങ്ഡം. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം രാജ്യങ്ങളിൽ എന്തുണ്ട്? ഡെമോക്രസി ഉണ്ട്. ചില രാജ്യങ്ങളിൽ ഡെമോക്രസി ഇല്ല. അവിടെ രാജാക്കന്മാരോ അല്ലെങ്കിൽ പട്ടാള മേധാവികളോ അങ്ങനെയൊക്കെ ഭരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡെമോക്രസി ഉള്ള രാജ്യങ്ങളുടെ പേരുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തതായി പേജ് നമ്പർ 90 തന്നിരിക്കുന്നത് നോക്കാം. ഡെമോക്രസി ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ജനാധിപത്യത്തിന്റെ ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. അതായത് ജനങ്ങൾക്കാണ് സുപ്രീം പവർ, അതായത് പരമാധികാരം ആർക്കാണ്? നമുക്ക് ജനങ്ങൾക്കാണ്. ജനങ്ങളാണ് അവരെ ഭരിക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അടുത്തത്, ദ റൂൾ ഓഫ് ലോ എൻഷുവേഴ്സ് ഇക്വാലിറ്റി ബിഫോർ ലോ. എന്ന് വെച്ചാൽ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. അടുത്തതായിട്ട്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. അതായത് നമുക്ക് ഫ്രീ ആയിട്ടും നീതിപൂർവമായിട്ടൊക്കെയുള്ള ഇലക്ഷൻ നടത്തപ്പെടുന്നു. അതാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തത്, ഇൻഡിപെൻഡന്റ് മീഡിയ ദാറ്റ് ഹെൽപ്സ് ടു കണ്ടക്ട് ദ പീപ്പിൾ ആൻഡ് ദ ഗവൺമെന്റ്. അതായത് ജനങ്ങളെയും ഭരണകൂടത്തെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടുള്ള ഒരു മീഡിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഭരണാധികാരികളെയൊക്കെ മീഡിയകൾ വിമർശിക്കാറൊക്കെ ഉണ്ട്. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഡെമോക്രസിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അടുത്ത പോയിന്റ്, an opposition helping and improving the government through constructive criticism. അതായത് വിമർശനങ്ങളിൽ കൂടി ഗവൺമെന്റിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്കൊരു ഓപ്പോസിഷൻ ഉണ്ട്, ഒരു പ്രതിപക്ഷമുണ്ട്. അതായത് അതിനൊരു ലീഡറും ഒക്കെ ഉണ്ട്, ഓപ്പോസിഷൻ ലീഡർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും ഒക്കെ ആയിട്ട് എന്തുണ്ട്? ഒരു ഓപ്പോസിഷൻ ഉണ്ട്. അടുത്തതായിട്ട്, ആൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. എന്ന് വെച്ചാൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ നമുക്കുണ്ട്. അതായത് സ്വതന്ത്രവും സത്യസന്ധവുമായിട്ടുള്ള കോടതികളും നമുക്കുണ്ട്. അപ്പോൾ ആ കോടതികൾ ഉള്ളത് കൊണ്ടും കോടതികളും സർക്കാരുകളെ വിമർശിക്കാറും സർക്കാരിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അതൊന്നുകൂടെ നോക്കാം. ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. ദ റൂൾ ഓഫ് ലോ എൻഷുവേഴ്സ് ഇക്വാലിറ്റി ബിഫോർ ലോ. Free and fair election. Independent media that helps to connect the people and the government. And opposition helping and improving the government through constructive criticism. And independent and impartial judiciary. അപ്പോൾ നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു. ഓർഗനൈസ് എ ഡിസ്കഷൻ ഇൻ യുവർ ക്ലാസ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. അതായത് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഡിസ്കഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഡെമോക്രസിയെ പറ്റിയിട്ടാണ്. അത് 2 തരത്തിലുള്ള ഡെമോക്രസി ഉണ്ട്. ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഇനി പറയാനുള്ളത് ഇലക്ഷൻ ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.